Dear students, now we are going to discuss about the types of electron microscope, and the first one we are starting with the transmission electron microscope. So transmission electron microscope is generally used for taking the ultra thin sections of the tissues and very minute intact samples by producing dark and white images of the body. വളരെ തിന്നായിട്ടുള്ള ബയോളജിക്കൽ സെക്ഷൻസ് ടിഷ്യൂസിൻ്റെ വളരെ തിൻ സെക്ഷൻസ് എടുക്കാനും അതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സാമ്പിൾസിൻ്റെ ഒരു അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെം എന്ന് പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഈ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് ഡാർക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇമേജാണ്. And here also, just like in all other electron microscope, this generally uses high-speed electrons of very short wavelength as the illuminating agent. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പൊതുവെ വളരെ സ്പീഡ് കൂടിയിട്ടുള്ള വെലോസിറ്റി കൂടിയിട്ടില്ല അല്ലെങ്കിൽ സ്പീഡ് കൂടിയിട്ടുള്ള ഇലക്ട്രോൺസിനെ അവരുടെ പ്രത്യേകം എന്താണ്, അവർക്ക് ഷോർട്ടർ വേവ് ലെങ്ത് ആണ്, അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ പറഞ്ഞത് വളരെ കൂടുതലാണ്. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയും ട്രാൻസിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും വർക്ക് ചെയ്യുന്നത്. ഈ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ് ആണ് ഇല്ലുമിനേറ്റിംഗ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. And this source, എവിടുന്നാണ് ഇത് വരുന്നത്? It is from a cathode. That is generally called electron gun. Electron gun എന്നാണ് നമ്മൾ ഇതിനെ പൊതുവെ പറയാറുള്ളത്. അല്ലെങ്കിൽ കാത്തോഡ് ഫിലമെന്റ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ ഫിലമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ ഇലക്ട്രോൺ ഗൺസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിന്റെ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം ഇതിന് ഒരുപാട് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഇത് തെർമിയോണിക് എമിഷൻ വഴി എന്തുണ്ടാവും, ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, ഇറ്റ് വിൽ മൂവ് ത്രൂ ദ കാത്തോഡ് റേ ട്യൂബ് ആൻഡ് റീച്ചസ് ദ കണ്ടൻസർ ലെൻസ് സിസ്റ്റം. ഈ കണ്ടൻസർ ലെൻസ് സിസ്റ്റത്തിലേക്കാണ് ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്യുന്നത്. ഈ കണ്ടൻസർ ലെൻസ് സിസ്റ്റത്തിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് വിച്ച് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ വിച്ച് ഇസ് എൻക്ലോസ്ഡ് ഇൻ എ സോഫ്റ്റ് അയൺ കേസ്. അപ്പം അയൺ കൊണ്ടുണ്ടായി അയൺ കേസിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് ആണ് ഈ പറയുന്ന കണ്ടൻസർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈ കണ്ടൻസർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ കളക്ട് ആൻഡ് ഫോക്കസ് ഓൾ ദീസ് ഇലക്ട്രോൺസ് ഓർ കൺവേർജ് ഓൾ ദീസ് ഇലക്ട്രോൺസ് ഇൻ ടു ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ കണ്ടൻസർ ലെൻസ് സിസ്റ്റത്തിൻ്റെ താഴെയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സാമ്പിൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺ കണ്ടെന്ന് സ്കാറ്റർ ചെയ്ത് വരുന്ന എല്ലാ ഇലക്ട്രോൺസിനെയും കളക്ട് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്യുക. ഈ മറ്റേ സാമ്പിളിൽ വെച്ചിട്ടുള്ള ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് എല്ലാത്തിനെയും ഫോക്കസ് ചെയ്ത് പതിപ്പിക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് ഈ കണ്ടൻസർ ലെൻസ് സിസ്റ്റത്തിനുള്ളത്. ഓക്കെ, then ഇങ്ങനെ പതിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് വിൽ മൂവ് ത്രൂ ദ ഒബ്ജക്റ്റ് ആൻഡ് അതേഴ്സ് വിൽ സ്കാറ്റർഡ് ഔട്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെ വന്നിട്ട് ഈ ഒബ്ജക്റ്റിന് മുകളിൽ വന്ന് പതിക്കുമ്പോൾ കുറേ ഇലക്ട്രോൺസ് ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ മറ്റ് ഇലക്ട്രോൺസ് ഒക്കെ എന്താ ചെയ്യുക, സ്കാറ്റർ ചെയ്ത് പോകും. ദീസ് ട്രാൻസ്മിറ്റ് ഇലക്ട്രോൺസ്, അപ്പോൾ ഇനി ഈ ഇമേജിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്മിറ്റ് പോകുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ പ്രൊഡ്യൂസസ് എ ഡയറക്റ്റ് മാഗ്നിഫൈഡ് ആൻഡ് റിയൽ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രോൺസ് ഏതൊക്കെ ഇലക്ട്രോൺസ് ആണോ ശരിക്കും ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് അതാണ് പിന്നെ നമുക്ക് ഇമേജ് ആയിട്ട് മാഗ്നിഫൈഡ് ഇമേജ് ആയിട്ട് കാണുന്നത്. പക്ഷേ സ്കാറ്റർ ചെയ്ത് പോയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താണ്, നമുക്ക് ഒന്നും ആ ഒരു ഇലക്ട്രോൺസിന് നമുക്ക് യാതൊരു അനാലിസിസിനുള്ള ഒരു ഇൻഡിക്കേഷനും തരുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഇമേജിന് വീണ്ടും ഒരു തേർഡ് മാഗ്നറ്റിക് ലെൻസ്, അതായത് നമ്മൾ അതിനെ പറയും പ്രൊജക്ടർ ലെൻസ്. ഈ പ്രൊജക്ടർ ലെൻസ് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഈ ഒരു തേർഡ് ഇമേജിനെ ഒന്നുകൂടി എന്ത് ചെയ്യും, മാഗ്നിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, it will project these final images on the fluorescent screen for direct viewing through an airtight window. അങ്ങനെ ഈ പ്രൊജക്ടർ ലെൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്ടർ ലെൻസിനുള്ളിൽ പാസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒന്നുകൂടി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കൂടും. ഒന്നുകൂടി പറയാം, എന്താണ് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് വരുന്ന ഇലക്ട്രോൺസ് കുറച്ച് ഇലക്ട്രോൺസ് മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള ഇലക്ട്രോൺസ് എല്ലാം സ്കാറ്റർ ചെയ്ത് പോകും. അങ്ങനെ
ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഇമേജ് തരുന്നത്. അങ്ങനെ ഇതൊരു റിയൽ ഇമേജ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജ് നമുക്ക് തരും. ആ ഇമേജിനെ ഒന്നും കൂടെ മാഗ്നിഫൈ ചെയ്യുന്നത് ഏതാണ്? വേറൊരു ലെൻസ് സിസ്റ്റം കൂടി ഉണ്ട്. അതിനെ നമ്മൾ പ്രൊജക്ടർ ലെൻസ് സിസ്റ്റം എന്നാണ് പറയുക. ഈ പ്രൊജക്ടർ ലെൻസ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഒന്നും കൂടി കൂടും. എന്നിട്ട് ഈ പ്രൊജക്ടർ ലെൻസിന്ന് ഈ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ മുകളിൽ പതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്ലൂറസെന്റ് സ്ക്രീന് ഇതിന് താഴെ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പം ഫൈനൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക? ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിലായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇനി അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഈ സ്ക്രീനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിനെ വെക്കാം. ഒരു ക്യാമറയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഫിലിമിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞത് ഏകദേശം 50,000 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏത് ഇമേജ് ആണോ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ആ ഇമേജിൻ്റെ 50,000 മടങ്ങ് വലുപ്പത്തിലുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ പാരറ്റസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആദ്യം ഇലക്ട്രോണിക് ഗണ്ണുണ്ട്, അതിന് ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തെർമയോണിക് എമിഷൻ വഴി അത് ഹൈ സ്പീഡ് വെലോസിറ്റി ഉള്ള ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ എല്ലാം ഈ കണ്ടൻസർ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കൂടെ എന്ത് ചെയ്യും? ഈ പറയുന്ന സാമ്പിൾ, ഇവിടെ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട്, ഈ സാമ്പിളിൽ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് ഈ എല്ലാ ഇലക്ട്രോൺസിനെയും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ കണ്ടൻസർ ലെൻസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യും, ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകും, ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകും. അങ്ങനെ വരുന്ന ഈ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസ് ആണ് പിന്നെ നമുക്ക് ഫൈനൽ ഇമേജ് ആയിട്ട് കാണുന്നത്. ആ ഇലക്ട്രോൺസ് വീണ്ടും നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ലെൻസ് വഴി പിന്നെ ഒരു പ്രൊജക്ടർ ലെൻസ് സിസ്റ്റത്തിലേക്ക്, അതായത് തേർഡ് ലെൻസ് സിസ്റ്റത്തിലേക്ക് വീണ്ടും നമ്മൾ കൊടുക്കുമ്പോൾ വീണ്ടും അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഒന്നും കൂടി കൂടും. അങ്ങനെ കൂടിയിട്ടുള്ള ഇമേജിനെ നമ്മൾ എവിടെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഫ്ലൂറസെന്റ് സ്ക്രീനിൻ്റെ മുകളിലാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിനെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫിക് ഫിലിമായിട്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇമേജിൻ്റെ റെക്കോർഡ്സ് എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം 50,000 മുകളിലുള്ളൊരു മാഗ്നിഫൈഡ് ഇമേജ് ആണ് നമുക്ക് കാണാൻ കഴിയുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടെം യൂസ് ചെയ്യുന്നത്? ഇതൊരു സ്പെർമാറ്റോജനസിസ് പ്രോസസ്സിൻ്റെ ടെം അനാലിസിസ് ആണ് ഈ കാണിക്കുന്നത്. Magnification of biological as well as non-biological samples up to a resolution of 6 lakh x. ഇത്രയും മടങ്ങ് വലുപ്പത്തിൽ ബയോളജിക്കൽ സാമ്പിൾസിനെയും നോൺ ബയോളജിക്കൽ സാമ്പിൾസിനെയും മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അൾട്രാ തിൻ സ്ട്രക്ചേഴ്സ് ഓഫ് സെൽ മെംബ്രെയിൻസ്, ഇന്റർസെല്ലുലാർ ജംഗ്ഷൻ, സെൽ ഓർഗനൽസ്, നമ്മുടെ ഉള്ളിലുള്ള സ്ട്രക്ചർ, സെല്ലിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസ്, അതുപോലെ സെൽ മെംബ്രെയിൻസ്, പ്ലാസ്മ മെംബ്രെയിൻസ്, സെൽ ഓർഗനൽസിനൊക്കെ വ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ മോർഫോളജി ഓഫ് വൈറസസ് സച്ച് ആസ് പോക്സ് വൈറസ്, വേജസ്, പാപ്പോ വൈറസ്, വൈറസുകളുടെ മോർഫോളജി ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ടീരിയയുടെ ഫ്ലജല്ല, ഫിംബ്രിയ, ഇതൊക്കെ മോട്ടൈലായിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതിനൊക്കെ എലൂസിഡേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ടെം യൂസ് ചെയ്യുന്നുണ്ട്.